ഹേമാജി സർ, ഇത് ന്യൂ അപ്പോയിന്റ്മെന്റ് പ്രമീള. ആ SB അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. പ്രമീള, ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് നെവർ റിവീൽ ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ശരി സർ. ഹേമാജി, അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക്? ജോസഫ് കുട്ടി, സ്ത്രീജനങ്ങൾ വർദ്ധിക്കുന്നു. ജോലിയിൽ ശ്രദ്ധിക്കൂ, കണക്ക് തെറ്റരുത്. ഓ ശരി. ആളങ്ങനെയാ, ഒരു പൊടി രോഗിയാ. ഈ കാണുന്ന ജാടകളൊക്കെ ഉള്ളൂ. പ്രമീള ഇരിക്കൂ. വണക്കം. ഹലോ. എനിക്ക് ആശ്വാസമായി. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഹേമേ, വന്നിരുന്നതേ ഉള്ളൂ. തുടങ്ങിയോ ലാത്തി ചാർജ്? ജോസഫ് കുട്ടി, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോയല്ലേ? ആ, നാടെവിടെയാ? വൈക്കത്താ. ഇവിടെ താമസം? അമ്മയുടെ വീട്ടിൽ. കൊള്ളാം. കണ്ണിൽ കണ്ട ഹോസ്റ്റലൊക്കെ താമസിച്ച് വയറ് ചീത്തയാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ. ആ, കല്യാണ തിരക്ക് താലി കെട്ടാൻ മറന്നു. പ്രധാന കാര്യം ചോദിച്ചില്ല. വിവാഹിതയാണോ? എന്താ, മരിച്ചുപോയോ? അയ്യോ, ഞാൻ വിവാഹിതയല്ല. ഹേമേ, ആ, പോട്ട്. ആരാ? മറ്റാരാ ഹേമയെ വിളിക്കാൻ? തന്റെ ആള് തന്നെ. ഭർത്താവാണേ. ഇവിടെ ഒരു മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് മാനേജരാണ്. ഹലോ. മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്. ചൂടാക്കി വൃത്തിയായി കൊടുക്കണം. മോന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതി. ആ, പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ. ശരി. ആ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ല മോളെ. ഞാൻ വിചാരിച്ചു നിനക്ക് ബസ് വല്ലതും തെറ്റി കാണുമെന്ന്. നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ? ആകെ ഒരാളേ ഉള്ളൂ, ഹേമാവതി. ഇരിക്കെ. അയ്യോ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമല്ലേ. GSC ഫുഡ്സിന്റെ അക്കൗണ്ടിൽ ഞാൻ റെമിറ്റ് ചെയ്തിട്ടുണ്ട് സർ. സാർ നോക്കൂ. ആ ചെക്സ് എല്ലാം പാസ്സാക്കട്ടെ സർ. ഫണ്ട്സ് ഉണ്ടല്ലോ. ഉണ്ട് സർ. ആ, എടി, വരുന്ന്. എടി മുടിഞ്ഞവളെ, ഇതാ വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുന്തം. ഓ, അതൊന്നും നിർത്ത. ഇതാ വരുന്നെന്ന്. ഇവക്ക് എന്നത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് ഗ്രോ. കാര്യം എന്താണെന്ന് പറ. മുടിഞ്ഞവളാണെന്നോ? എന്താ ഞാൻ മുടിച്ചത്? അങ്ങനെ കാര്യം പറഞ്ഞേച്ചതല്ലോ. ചുമ്മാ കയറി വരാതെ. എടി, നീ അങ്ങ് പേടിച്ചോ? ഇത് ഞങ്ങളുടെ പതിവാ. ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവൾക്ക് ഉറക്കം വരില്ല. സുധേഖ, ഞാൻ പറയാറില്ലേ പ്രമീള, ബാങ്കിലും മിണ്ടാപ്പൂച്ച. അയ്യോ, എന്റെ മോനെവിടെ? പ്രമീള വാ. മോനെ, മോനെ, കുട്ടാ. മോനെ, എന്റെ മോൻ പാല് കുടിച്ചോ? എടി, ഇവന് പാല് കൊടുത്തോ? കൊടുത്തു വെച്ചമ്മേ. എന്താ മോനെ? മോനെ, ഇതാരാന്നറിയോ? ചേച്ചി. പ്രമീളെ, ഇവനാരാ മോനെന്നറിയോ? തന്തയുടെ അസല. സുധേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോനും ഉറങ്ങില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ ഉറങ്ങിയതും ഞാനിപ്പോ വരെ. മോന്റെ പേരെന്താ? വിവേക്. ആ,
ഇന്ന് ഞാനാ നേരം വൈകി വന്നത്. ഞങ്ങൾ ഇങ്ങനെ അടി. ഞാനങ്ങനല്ല. ഓ പിന്നെ ആര് താമസിച്ചു വരുന്നോ കൊടുക്കണം ശിക്ഷ. എന്നിരേ മോനെ എടുത്തോ. ചിക്കൻ ഫ്രൈഡ് റൈസാ. ഇത് തിന്നാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതേ ചൂടാവാൻ മിനിറ്റുകൾ മതി. സുധേട്ടന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. കേട്ട പ്രമേളെ, ആ സിംഗപ്പൂര് പെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലായി ഇവിടുത്തെ പാചകം. മതി മതി, വലിയ വാചകമൊന്നും അടിക്കണ്ട. ഈ തരുന്നതങ്ങ് തിന്നേച്ചാ മതി. എന്താടി നീ ആലോചിക്കുന്നത്? നിങ്ങളെ കണ്ടപ്പോ എടി അതിന് വലിയ കാര്യമൊന്നുമില്ല. സ്നേഹിക്കണം, വിശ്വസിക്കണം. അതാണ് കുടുംബജീവിതം. എനിക്കിനി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ. അത് ശരി. എടി ആ ഇരിക്കുന്നതേ എന്റെ മൂന്നാമത്തെ പ്രേമോ. മൂന്നാമത്തെയോ? കേട്ട പ്രമേളെ, അത്രയാളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഓ, ഈ പറയുന്ന ആള് പരമയോഗ്യനാ. എടി 5 മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങും. ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വാതുക്കൽ വന്നാൽ കേടാ. ആ എന്നിട്ട് ആ ചടാക്കി കേറി എന്റെ അരയ്ക്ക് കൈയിട്ട് ഇനി മിണ്ടി പോരുത്. സുധേട്ടാ, ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ്. പറഞ്ഞേച്ചാ മതി. നമുക്ക് ഇവൾക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണം. എന്താ? ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ, അതോ നമ്മുടെ കാറ്റഗറി മതിയോ? ആരായാലും കൊള്ളാം. തന്നെ പോലെ തല്ലിപ്പൊളിയാവല്ലേ. സുധേട്ട എന്താ ഇത്? അപ്പോ പ്രമേള ഇറങ്ങുമല്ലേ? ഇതെന്തൊരു ചോദ്യാ ചേട്ടാ? അത് അവനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതാ അവന്റെ കാര്യമൊക്കെ അങ്ങനെ. ഇതിൽ അവൻ കൊണ്ടുവന്ന പെണ്ണേ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? അമ്മേ, ഇപ്പോൾ ആളങ്ങ് സുന്ദരിയായിപ്പോ അല്ലേ? ആ അമ്മ, ഇത് കണ്ടോ? പിന്നെ എവിടെയാ എവിടെയൊക്കെയാലോ? ആ പ്രബളെ, എന്ന് പിടിച്ചേ. ആ ഇതാ. അമ്മേ, ഇവൻ എത്ര ഡർബ് ജയിച്ചാണെന്ന് അമ്മയ്ക്കറിയാവോ? ഇവനാണ് പ്രസിദ്ധനായ നിജൻസ്കി. എന്തെന്നാ? നിജൻസ്കി. അമ്മന്ന് പറഞ്ഞേ. നീ പോടാ, എന്നെ കൊണ്ടാകുമ്പോ നീ തന്നെ പറഞ്ഞാ മതി. അമ്മേ, ഇവന്റെ വില 1500. അയ്യോ, ഈ ഒരു പടത്തിനോ? ആ എന്റെ കുഞ്ഞെ, ആ കാശുണ്ടായിരുന്നത് സഹോപസിനെ മേടിക്കായിരുന്നല്ലോ അല്ലേ മോളെ? ബ്രിഗേഡിയർ ചന്ദ്രശേഖരന്റെ സഹധർമ്മിണി എന്റെ അമ്മയാണ് ഈ പറയുന്നത്. നീ പോടാ അവിടുന്ന്.